ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 8th സെമസ്റ്ററിൻ്റെ ME 402 ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2ൻ്റെ മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിസൈൻ ഓഫ് സ്പർ ഗിയേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പം ആദ്യം ഗിയേഴ്സ്, ഇതിനകത്ത് കുറേ തിയറി പാർട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ തിയറി പാർട്സ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ ഭണ്ഡാരിയുടെ ടെക്സ്റ്റ് യൂസ് ചെയ്യുക. ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് ബൈ ഭണ്ഡാരി. അതിനകത്ത് അത്യാവശ്യം തിയറിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഡിസൈൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിസൈൻ നമുക്ക് തിയറിയേക്കാളും കൂടുതൽ വെയിറ്റേജ് വരുന്നത് പ്രോബ്ലംസിനാണ്. അതുകൊണ്ട് പ്രോബ്ലംസിന് വെയിറ്റേജ് കൂടുതൽ കൊടുത്തുകൊണ്ട് പഠിക്കുക. വെറുതെ ഡെറിവേഷൻസും തിയറിയും ഒരുപാട് പഠിച്ച് നിങ്ങൾ സമയം കളയരുത്. എസ്പെഷ്യലി ഫോർ ഡിസൈൻ 2. ഡിസൈൻ 2 നിങ്ങൾക്ക് അറിയാമായിരിക്കും, കുറേയൊക്കെ ഫെമിലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് നമ്പർ ഓഫ് സ്റ്റെപ്സ് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടത്തില്ല. അപ്പം മൊഡ്യൂൾ 3യിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് ഗിയേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഗിയർ മെറ്റീരിയൽസ്, ഗിയർ സ്ട്രെങ്ത്, ലിവിസ് ഇക്വേഷൻ, വിയർ സ്ട്രെങ്ത്, ഡൈനാമിക് ലോഡ്, ഇങ്ങനെ പറഞ്ഞ കുറേ തിയറി പോർഷൻസ് പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഒന്ന് വായിച്ച് നോക്കുക എല്ലാവരും. ഞാനിപ്പോൾ ഇവിടെ മെയിനായിട്ടും സ്പർ ഗിയറും അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം സ്പർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പർ ഗിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഗിയേഴ്സ് എല്ലാം എന്താണ്? ടൂത്ത്ഡ് വീൽസ് ആണ്. ഒരു ടൂത്ത്ഡ് വീലിൽ അതിൻ്റെ ടൂത്ത് അതിൻ്റെ ആക്സിസിന് പാരലാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്പർ ഗിയർ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ റബ്ബർ ഷീറ്റൊക്കെ ഷേപ്പ് ചെയ്യുന്ന മെഷീൻ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലെല്ലാം നമുക്ക് സ്പർ ഗിയർ കാണാൻ പറ്റും. പിന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ തുറന്ന് നോക്കുകയാണെങ്കിൽ അതിലെല്ലാം നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്പർ ഗിയേഴ്സ് ആയിരിക്കും. സ്പർ ഗിയറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പർ ഗിയർ വളരെ സ്ലോ സ്പീഡ് ആപ്ലിക്കേഷൻസിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. ഒരുപാട് ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സ്പർ ഗിയേഴ്സിനെ നമ്മൾ സ്ലോ സ്പീഡ് ഗിയേഴ്സ് എന്നാണ് പറയാറുള്ളത്. അപ്പം ഡിസൈൻ പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ സ്പർ ഗിയറിൻ്റെയും ഹെലിക്കൽ ഗിയറിൻ്റെയും ബിവൽ ഗിയറിൻ്റെയും പ്രൊസീജിയേഴ്സ് ഒക്കെ ഏതാണ്ട് സിമിലറാണ്. വളരെ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്പർ ഗിയറിൻ്റെ ഡിസൈൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ അഡ്വാൻറ്റേജ് ആണ്. കാര്യം മൊഡ്യൂൾ 3 മുഴുവനും നിങ്ങൾക്ക് സ്പർ ഗിയർ മാത്രമേ ഉള്ളൂ ഡിസ്കസ് ചെയ്യാൻ. മൊഡ്യൂൾ 4 വരുമ്പോഴാണ് നിങ്ങൾക്ക് ഹെലിക്കൽ ഗിയർ, ബിവൽ ഗിയർ, വോം ഗിയർ വരുന്നത്. അവിടെ തന്നെ നമുക്ക് ഡിസൈനാണ് നമുക്ക് ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഞാൻ സ്കിപ്പ് ചെയ്ത് പഠിക്കണം എൻ്റർടൈൻ ചെയ്യുകയല്ല, എങ്കിലും ഞാൻ പറയുക, നമുക്ക് സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ, ബിവൽ ഗിയർ, ഈ 3 ഗിയറും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് ബിയിൽ 3 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ 3 ഗിയേഴ്സ് നന്നായിട്ട് പഠിക്കുക: സ്പർ ഗിയർ, ഹെലിക്കൽ ഗിയർ ആൻഡ് ബിവൽ ഗിയർ. അപ്പോൾ ഞാൻ ഇന്നത്തെ ലെക്ചറിൽ സ്പർ ഗിയറിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ലെക്ചറിൽ നമ്മളതിൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മറ്റ് ടെക്സ്റ്റ് ബുക്കുകളിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരാൾ പറയുന്ന പ്രൊസീജിയറിൽ നിന്നും കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. നോർമലി എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റിന് ഫൈനൽ ആൻസറിനല്ല മാർക്ക്. എപ്പോഴും ഓർക്കുക, ഡിസൈൻ 1 ആയാലും 2 ആയാലും ഫൈനൽ ആൻസറിനല്ല മാർക്ക്, ശരിക്കും നിങ്ങളുടെ പ്രൊസീജിയറിനാണ് മാർക്ക്. നിങ്ങൾക്ക് എന്തെല്ലാം ഡേറ്റ നിങ്ങൾ ഫെച്ച് ചെയ്തെടുക്കുന്നുണ്ട്, അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ടും മാർക്കുള്ളത്. അപ്പം നിങ്ങൾ ഡിസൈൻ്റെ സ്കീമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ആൻസർ സ്കീമും അല്ലെങ്കിൽ കീയും ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്സ്, ഓരോ സ്റ്റെപ്പ് ഇന്ന് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മാർക്ക്, അല്ലാതെ ഇത്ര വാല്യൂ വരുവാണെങ്കിൽ ഇത്ര മാർക്ക് കൊടുക്കണം ഒരിക്കലും ഡിസൈനകത്ത് പറയത്തില്ല. കാര്യം ഡിസൈൻ്റെ ഫസ്റ്റ് DME 1 നമ്മൾ പഠിക്കുന്നുണ്ട്, ഡിസൈൻ നമ്മുടെ ഇഷ്ടം. നമുക്ക് ഡേറ്റ മിസ്സിങ് ഉണ്ടെങ്കിൽ ഞാൻ അസ്യൂം ചെയ്യുന്ന വാല്യൂ ആയിരിക്കത്തില്ല വേറൊരാൾ അസ്യൂം ചെയ്യുന്നത്. സോ ഡേറ്റ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരാം. അതുകൊണ്ട് ഫൈനൽ ആൻസറിലും നമുക്ക് എന്ത് ചെയ്യാം, വേരിയേഷൻ വരാം. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് പ്രൊസീജിയറാണ് മാർക്ക്. ഇപ്പം പ്രൊസീജിയർ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ ഞാനിപ്പം ചില ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡയമീറ്റർ അൺനോൺ ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ, ഡയമീറ്റർ നോൺ ആണെങ്കിൽ വേറൊരു പ്രൊസീജിയർ, അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നതിൽ അങ്ങനെയൊന്നുമല്ല. ഈ പ്രൊസീജിയർ ഡയമീറ്റർ നോൺ ആണെങ്കിലും അൺനോൺ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇപ്പം ഏതൊരു ഗിയർ ആണെങ്കിലും ഏതൊരു ഗിയർ ഡ്രൈവ് ഡിസൈൻ ചെയ്യണമെങ്കിലും ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഗിയറിൻ്റെ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് വീണ്ടും ഡിസൈൻ ഡേറ്റ ഹാൻഡ് ബുക്ക് ബൈ മഹാദേവൻ തന്നെയാണ്. കുറച്ച് പേര് PhDയുടെ ഡേറ്റ ബുക്കിലെ ഇക്വേഷനും പേജ് നമ്പറും ഒക്കെ ചോദിച്ചിരുന്നു കഴിഞ്ഞ ലെക്ചറിൽ. അപ്പം കഴിഞ്ഞ ലെക്ചർ DME 1 ലെക്ചറിൽ ചോദിച്ചിരുന്നു. പക്ഷേ എനിക്ക് PhDയുടെ ഡേറ്റ ബുക്കിൻ്റെ അൺഅവൈലബിലിറ്റി ഉണ്ടായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല. എത്രയും പെട്ടെന്ന് അത് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കാം. നിങ്ങൾ ദയവായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ ടെലിഗ്രാം ചാനലും ഉണ്ട്. ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
അതിൽ കയറി ചാനലിലും വരിക. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചാനൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സാപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പ്രൊസീജിയറിലേക്ക് കിടക്കും. അപ്പം ഏത് ഈ ഗിയർ ആണെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഒന്നെങ്കിൽ ഗിയറിൻ്റെ മെറ്റീരിയൽ നമുക്ക് തരാം, അല്ലെങ്കിൽ തരാതെ ഇരിക്കാം. രണ്ട് കേസും വരാം. അപ്പം തന്നിട്ടുണ്ടെങ്കിൽ അതേ മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്ത് പോവുക, ഇല്ലെങ്കിൽ നമുക്കൊരു മെറ്റീരിയൽ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പം ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴും വരുന്നത് മെറ്റീരിയൽ സെലക്ഷൻ. എനിക്ക് ഗിയറിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം. അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. അപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഗിയറിൻ്റെ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ടേബിൾ 12.7 പേജ് നമ്പർ 234 ആണ് യൂസ് ചെയ്യുന്നത്. മഹാദേവൻ ഡേറ്റാബുക്കിലെ പേജ് നമ്പറും ടേബിൾ നമ്പറുമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പേജ് 234 എടുക്കുക. 234 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടേബിളിൽ അലവബിൾ സ്ട്രെസ് സിഗ്മ ഡി ടു യൂസ് ഇൻ ലിവിസ് ഫോർമുലയ്ക്കകത്ത് യൂസ് ചെയ്യാനുള്ള ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ, അതിൻ്റെ അലവബിൾ സ്ട്രെസ്, ബ്രിന്നൽ ഹാർഡ്നെസ്, ഇത്രയും വാല്യൂസാണ് ഇതിനകത്ത് മെയിനായിട്ടും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് നമുക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ സിഗ്മ ഡി ഡിസൈൻ സ്ട്രെസ്, സിഗ്മ ഡി വാല്യൂ, ബ്രിന്നൽ ഹാർഡ്നെസ്സും മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിൽ നിന്നും എനിക്ക് നോട്ട് ചെയ്യേണ്ട ഡേറ്റാസ് എന്തൊക്കെയാണ്? ഒന്ന്, ഫ്രം ദിസ് ടേബിൾ നോട്ട് ഡൗൺ ദി വാല്യൂ ഓഫ് സിഗ്മ ഡി ആൻഡ് ബി എച്ച്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ മെറ്റീരിയൽ സ്പെസിഫൈ ചെയ്യാം, പക്ഷേ ഈ രണ്ട് വാല്യൂ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് ടേബിളിൽ നിന്ന് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ചിലപ്പം നമുക്ക് ഈ ഒരു ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളായിരിക്കും വരുന്നത്. ഒരു പിനിയനും കാണും, ഒരു ഗിയറും കാണും, അല്ലേ? ഒരു ഗിയർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ രണ്ട് ഗിയേഴ്സ് വരുന്നതായിരിക്കും. ഒരു പിനിയനും കാണും, ഒരു ഗിയറും കാണും. അപ്പം രണ്ടിൻ്റെയും മെറ്റീരിയൽ സെയിം ആകാം, ഡിഫറൻ്റ് ആവാം. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ടും ഡിഫറൻ്റ് ആയിരുന്നു തന്നിരിക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോവുക. ഇനി അതല്ല, ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ അൺനോൺ ആണെങ്കിൽ നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യങ്ങൾ, അൺനോൺ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യുക, സെയിം മെറ്റീരിയൽ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ പിനിയനും ഗിയറിനും എന്താണ്, സെയിം മെറ്റീരിയൽസ് ആണെന്ന് എന്ത് ചെയ്യുക, അസ്യൂം ചെയ്യുക. സെയിം മെറ്റീരിയൽസ് ഫോർ ബോത്ത് പിനിയൻ ആൻഡ് ഗിയർ. നമ്മൾ പിനിയനെ എപ്പോഴും 1 ആയിട്ടും ഗിയറിനെ എപ്പോഴും നമ്മൾ 2 ആയിട്ടും ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ സെലക്ഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പിനിയനും ഗിയറും ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ ചെയ്യുന്നത്, വീക്കർ പാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനായിരിക്കും. വീക്കർ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടെ കോൺസെൻട്രേറ്റ്. കാര്യം വീക്കർ പാർട്ടിനെ നമ്മൾ സേവ് ചെയ്ത ബാക്കി എല്ലാ പോർഷനും എന്ത് തന്നെ ആയിരിക്കും, സേഫ് ആയിരിക്കും. അതുകൊണ്ട് ഈ പിനിയനാണോ ഗിയർ ആണോ, ഇതിൽ രണ്ടിൽ ആരാണ് വീക്കർ, അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഐഡൻറ്റിഫൈയിങ് ദി വീക്കർ പാർട്ട്. ഐഡൻറ്റിഫൈയിങ് ദ വീക്കർ പാർട്ട്. അപ്പോൾ പിനിയൻ ആണോ ഗിയർ ആണോ ഏറ്റവും വീക്കർ എന്ന് നമുക്കറിയണം. ഇവിടെ നമുക്ക് രണ്ട് കണ്ടീഷൻ, ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ മെറ്റീരിയൽ സെലക്ഷനകത്ത് രണ്ട് കേസാണ് വരുന്നത്. ഒന്നുകിൽ എന്ത് വരാം, രണ്ടും സെയിം മെറ്റീരിയൽ വരാം, അല്ലെങ്കിൽ എന്ത് വരാം, രണ്ടും അതേ പിനിയനും ഗിയറും ഡിഫറൻറ്റും വരാം. അപ്പോൾ ഞാൻ പറയാം, ആദ്യത്തെ കേസ് പറയാം. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്ത പ്രകാരം രണ്ടും സെയിം മെറ്റീരിയലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, പിനിയൻ ആയിരിക്കും എന്തത്, വീക്കറായിട്ട് നമ്മൾ എടുക്കുന്നത്. പിനിയൻ ഈസ് കൺസിഡേർഡ് ആസ് വീക്കർ വൺ. അപ്പം ഇഫ് ദ ഗിയർ ഡ്രൈവ് ഈസ് മെയ്ഡ് ഓഫ് സെയിം മെറ്റീരിയൽ, ദെൻ പിനിയൻ ഈസ് കൺസിഡേർഡ് ആസ് ദി വീക്കർ പാർട്ട്. ഇനി രണ്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ അപ്പോൾ എന്തായിരിക്കും കണ്ടീഷൻ, രണ്ടും ഡിഫറെൻറ്റ്. ഇഫ് ബോത്ത് ആർ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ പറയുക, പിനിയൻ കാസ്റ്റ് അയണും ഗിയർ സ്റ്റീലോ എന്ന് വിചാരിക്കും. അപ്പോൾ രണ്ടും ഡിഫറെൻറ്റ് മെറ്റീരിയൽ. അപ്പം ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആണെങ്കിൽ നമുക്ക് രണ്ടിൻ്റെയും ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അതായത് ഒരു പ്രോഡക്റ്റ് സിഗ്മ ഡി ഇൻറ്റു വൈ എന്ന് പറയാം. രണ്ടിൻ്റെയും പിനിയൻ്റെയും കണ്ടുപിടിക്കണം, ഗിയറിനെ ഞാൻ പറഞ്ഞു പിനിയനെ നമ്മളെപ്പോഴും 1 ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഗിയറിനെ എപ്പോഴും നമ്മൾ 2 ആയിട്ടായിരിക്കും റെപ്രസെൻറ്റ്. സോ വി നീഡ് ടു കാൽക്കുലേറ്റ് സിഗ്മ D1 Y1 ആൻഡ് സിഗ്മ D2 Y2. ഈ രണ്ട് പ്രോഡക്റ്റ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കും. ഇനി എന്താണ് വൈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോം ഫാക്ടർ, ലിവിസ് ഫോം ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് വൈ വാല്യൂ എന്ന് പറയുന്നത്. വൈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ ഡേറ്റാ ബുക്കിലുണ്ട്. അപ്പം അതിനായിട്ട് നമ്മുടെ പേജ് നമ്പർ
പേജ് നമ്പർ 204. പേജ് നമ്പർ 204 പേജ് നമ്പർ 204 ഇവിടെ നമുക്ക് ഇക്വേഷൻ 12.5C 5D ആൻഡ് 5 മൂന്ന് കണ്ടീഷനുകൾ. എന്താണ് ഇനി മൂന്ന് കണ്ടീഷൻ? അപ്പോൾ നമുക്ക് ഗിയറിൽ ടൂത്ത് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ട് തിയറി പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവും. 14.5 ഡിഗ്രി, 20 ഡിഗ്രി ഇൻവല്യൂട്ട് ആൻഡ് 20 ഡിഗ്രി സ്റ്റെപ്പ്. മൂന്ന് കേസസ് ആയിരിക്കും വരുന്നത്. നോർമലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കേസ് അസ്യൂം ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒന്നും പറഞ്ഞിട്ടില്ല ഗിയർ ടൂത്ത് ഏത് സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ ചിലപ്പോൾ 20 ഡിഗ്രി ഇൻവല്യൂട്ട് ആയിരിക്കും എടുക്കുന്നത്, വേറൊരാൾ 20 ഡിഗ്രി സ്റ്റെപ്പ് ആയിരിക്കും എടുക്കുന്നത്, വേറൊരാൾ 14.5 ഡിഗ്രി ആയിരിക്കും. അപ്പം മൂന്ന് പേർക്കും കിട്ടുന്ന ആൻസർ ഡിഫറെൻ്റ് ആയിരിക്കും, ഒബ്വിയസ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 14.5 ഡിഗ്രി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക 12.5C. അപ്പം ഞാനിവിടെ എഴുതുക. അപ്പം നമുക്ക് y എന്ന് പറയുന്ന വാല്യൂ കിട്ടാനായിട്ട് നമുക്ക് ഇക്വേഷൻ 12.5C അല്ലെങ്കിൽ D ഓർ E പേജ് നമ്പർ 204 ആ ഇക്വേഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ ആ ഇക്വേഷൻസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 14.5 ഡിഗ്രിയുടെ ഇക്വേഷൻ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡേറ്റാ ബുക്ക് നോക്കുക. 0.124 മൈനസ് 0.684/Z ആണ്. വെയർ Z ഈസ് റെപ്രസെൻറ്റ്സ് ദി നമ്പർ ഓഫ് ടീത്ത്. Z കാണിക്കുന്ന എന്തിനാണ്? നമ്പർ ഓഫ് ടീത്തിനെയാണ്. ഇനി നമ്പർ ഓഫ് ടീത്ത് നമുക്ക് ചില കേസിൽ അറിയാമായിരിക്കാം, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. അത് ഇപ്പോൾ നോർമലി നമുക്ക് ഗിയർ റേഷ്യോ ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരിക്കും. ഗിയർ റേഷ്യോ I എന്ന് പറയുന്നത് എപ്പോഴും Z2/Z1 ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എഴുതാം N1/N2 എന്ന് പറയുന്നതാണ് എൻ്റെ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് ഗിയർ റേഷ്യോ തന്നിട്ടുണ്ടായിരിക്കും, ഇതിലേതെങ്കിലും ഒരു വാല്യൂ അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് മിനിമം നമ്പർ ഓഫ് ടീത്ത് അസ്യൂം ചെയ്ത് ചെയ്യാൻ പറ്റും. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പറയാം എങ്ങനെയാണ് അസ്യൂം ചെയ്യേണ്ടതെന്ന്. ഓരോ ഡിഗ്രി ഇപ്പോൾ ഞാൻ പറയാം 14.5 ഡിഗ്രി മിനിമം ടീത്ത് ഉണ്ട്, അതുപോലെ 20 ഡിഗ്രിക്ക് ഇൻവല്യൂട്ടിനും 20 ഡിഗ്രി സ്റ്റെപ്പിനുണ്ട്. അത് ഞാൻ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇപ്പം ജസ്റ്റ് പ്രൊസീജിയർ മാത്രം കിട്ടും. അപ്പോൾ ഓരോ ഇക്വേഷനും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ വാല്യൂസ് എവിടെ നിന്നൊക്കെ എടുക്കണം, അത് നല്ലോണം ഫെമിലിയർ ആവുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു ഡിസൈൻ പ്രൊസീജിയറിൻ്റെ ഈ ഒരു ലെക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഓരോ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോഴും ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? പേജ് നമ്പർ 204 നിന്ന് നമ്മൾ വൈയുടെ ഇക്വേഷൻ എഴുതി. അപ്പം പിന്നീടാണെങ്കിൽ അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? y1 ഈസ് ഈക്വൽ ടു 0.124 ഇൻറ്റു 0.684/Z1. ഗിയർ ആണെങ്കിൽ Z2 എന്ന് വരും. അപ്പോൾ y1 y2 കിട്ടും. സിഗ്മ ഡി എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ സിഗ്മ ഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് പ്രോഡക്റ്റും കണ്ടുപിടിക്കുക. ഈ രണ്ട് പ്രോഡക്റ്റിലെ മിനിമം വാല്യൂ ഏതാണോ ആ വാല്യൂ വരുന്ന ഏതിനാണോ, പിനിയനാണോ ഗിയറാണോ നോക്കുക. മിനിമം വാല്യൂ വരുന്ന ഏതാണോ അതായിരിക്കും നമ്മളുടെ വീക്കർ പാർട്ട്. അതുകൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വീക്കർ പാർട്ടിനെ ആയിരിക്കും ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ രണ്ട് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതും. സിൻസ് ദിസ് വാല്യൂ ഈസ് ലെസ് ദാൻ this value, the weaker part is pinion and hence the design is based on pinion. അങ്ങനെ അല്ലെങ്കിൽ ചില കേസിൽ ഇതായിരിക്കും ചെറുത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു hence the weaker part is gear, so the design is based on gear. അങ്ങനെ അവിടെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകണം. അതാണ് എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റിൽ നമ്മൾ മെറ്റീരിയൽ സെലക്ഷൻ ചെയ്യുന്നു, രണ്ടാമത്തെ വീക്കർ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ടാൻജൻഷ്യൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ദ ടാൻജൻഷ്യൽ ലോഡ്? നമുക്കറിയാം ഗിയർ നമ്മൾ മെയിനായിട്ടും പവർ ട്രാൻസ്മിഷൻ പർപ്പസിന് വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോർമലി അതിൽ പവർ അല്ലെങ്കിൽ ടോർക്ക് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്കത് വെച്ചുകൊണ്ട് പവർ തന്നിട്ടുണ്ടായിരിക്കും, അത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ടാൻജൻഷ്യൽ ലോഡ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ടാൻജൻഷ്യൽ ലോഡ് കണ്ടുപിടിക്കാനും ഡേറ്റാ ബുക്കിൽ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ പേജ് നമ്പർ നോക്കുക. ഇക്വേഷൻ 12.7a പേജ് നമ്പർ 205. 205 ഇക്വേഷൻ നോക്കുക. അവിടെ നിങ്ങൾക്ക് എഫ് ടി ഈസ് ഈക്വൽ ടു നോക്കി, ഇക്വേഷൻ നോക്കിയാൽ 1000 PCS ഡിവൈഡഡ് ബൈ V. ഇതാണ് നിങ്ങളുടെ അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഈ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ DMA1 ലെക്ചർ ഇട്ടപ്പോഴേ പറയാം, നമുക്കിതിൽ എന്ത് നൊട്ടേഷനും സംശയമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓരോ ചാപ്റ്ററിൻ്റെ ഫ്രണ്ടിൽ ഇൻഡെക്സ് കൊടുത്തു. ഇപ്പോൾ ഈ ഇക്വേഷനെ കൂടെ തന്നെ അവരവിടെ എഴുതിയിട്ടുണ്ട്. പവർ എന്ന് പറയുന്നത് എന്തിൽ തന്നെ കൊടുക്കണ്ടേ? പവർ ഈസ് ഇൻ കിലോവാട്ടിൽ തന്നെയാണ് പവർ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല. തൊട്ട് താഴെ CS എന്ന് പറയുന്ന സർവീസ് ഫാക്ടറാണെന്നും സർവീസ് ഫാക്ടറാണെന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സർവീസ് ഫാക്ടർ ഒന്നും യൂണിറ്റില്ല. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്തുവെന്ന് മനസ്സിലായി. പവർ പി ഷുഡ് ബി ഇൻ എന്താണ്? കിലോവാട്ടാണ്.
പവർ പി ഷുഡ് ബി ഇൻ കിലോ വാട്ട് ആണ്. ദെൻ നമുക്ക് വി വാല്യൂ വേണം. വി എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. അപ്പം നമ്മൾ ആ സ്പർ ഗിയറിൻ്റെ ഇൻഡെക്സ് 201 ഇൻഡെക്സ് ഉണ്ട്. ഇൻഡെക്സിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം വി എന്ന് പറയുന്നത് പിച്ച് ലൈൻ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. അപ്പം വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് തന്നെ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ വെലോസിറ്റി ഷുഡ് ബി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് പിച്ച് ലൈൻ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത് വി ഈസ് ഈക്വൽ ടു പൈ ഡി എൻ ബൈ 60. ഇപ്പം ഞാൻ പറഞ്ഞു സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പിനിയൻ ആണോ ഗിയർ ആണോ ഡിസൈൻ ചെയ്യുന്നതെന്ന് തീരുമാനിച്ചു. പിനിയൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് V1 ആയിരിക്കും. ഗിയർ ആണെങ്കിൽ V2 എന്ന് പറഞ്ഞാൽ പൈ D1 N1 ബൈ 64 പിനിയൻ ഓർ പൈ D2 N2 ബൈ 64 ഗിയർ. രണ്ട് വാല്യൂം സെയിം തന്നെ വരത്തെ. കാര്യം എന്താ നമ്മൾ പറഞ്ഞ ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് Z2 ബൈ Z1 അല്ലെങ്കിൽ എനിക്ക് എഴുതാൻ എന്താ D2 ബൈ D1. D2 നമുക്കറിയാം N1 D1 ഈസ് ഈക്വൽ ടു എന്താ N2 D2. അതുകൊണ്ട് രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് പിച്ച് ലൈൻ വെലോസിറ്റി എന്ത് തന്നെ വരത്തുള്ളൂ, സെയിം തന്നെ വരത്തുള്ളൂ. ഇനിയും സി എസ് എന്ന് പറയുന്ന സർവീസ് ഫാക്ടർ നമുക്ക് പേജ് 235 പേജിൽ ടേബിൾ 12.8 235 നമുക്ക് 12.5 എന്ന് പറയുന്ന 12.8 എന്ന് പറയുന്ന ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റഡി ലോഡ്, ലൈറ്റ് ലോഡ്, മീഡിയം ലോഡ്, ഹെവി ലോഡ്, അത് ഓപ്പറേഷൻ പീരീഡ് അവർ കൊടുത്തിട്ടുണ്ട്. സർവീസ് ഇൻ്റർമിറ്റൻ്റ് 3 hours പെർ ഡേ ഉള്ളോ അതോ 8 to 10 hours ഉണ്ടോ അതോ കണ്ടിന്യൂസ് 24 hours ആണോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും സ്ട്രെസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 8 to 10 hours പെർ ഡേ എന്നുള്ളത് അസ്യൂം ചെയ്യുക. സ്റ്റഡി കണ്ടീഷനാണെന്ന് വിചാരിക്കുക. നോർമലി നമ്മൾ അങ്ങനെയാണ് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് CS വാല്യൂ എത്ര വരുന്നത് 1 ആയിട്ട് തന്നെ വരുന്നത്. ടേബിൾ 12.8 പേജ് നമ്പർ 235. ഐ റിപ്പീറ്റ്, ടേബിൾ 12.8 പേജ് നമ്പർ 235 ടേബിളിൽ നിന്നും സർവീസ് ഫാക്ടറും നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായി ടാൻജൻഷ്യൽ ലോഡ് വരെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഇക്വേഷനകത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ടാൻജൻഷ്യൽ ലോഡും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് വാട്ട് ഈസ് ദ വെലോസിറ്റി ഫാക്ടർ. വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ വെലോസിറ്റി ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ 12.6a മുതൽ 12.6e വരെ ഉള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുക. പേജ് നമ്പർ 205 വെലോസിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചില കേസിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് നോൺ വാല്യൂ ആയിരിക്കും. വെലോസിറ്റി എന്ന് പറയുന്നത് നോൺ വാല്യൂ ആയിരിക്കും. അപ്പം ഇപ്പോൾ എനിക്കൊരു 13 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെങ്കിൽ ഒരു 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയെങ്കിൽ ഡേറ്റാ ബുക്ക് നോക്കുക. ഡേറ്റാ ബുക്കിൽ 205 പല അപ് ടു 8 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, 13 മീറ്റർ പെർ സെക്കൻഡ് വരെയാണ് എന്ത് ചെയ്യണം, 6 to 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് ചെയ്യണം, 20ക്ക് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം. പല കണ്ടീഷൻസ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് വെലോസിറ്റി അനുസരിച്ചിട്ട് മാഗ്നിറ്റ്യൂഡ് അറിയാമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വാല്യൂ, ക്രിട്ടിക്കൽ വാല്യൂ ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു ഫാക്ടർ ചൂസ് ചെയ്യുക. ആ ഫാക്ടർ ചെയ്തു വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിക്കായിരിക്കും ഡിസൈൻ പോകുന്നത്. അപ്പോൾ അത് ഓർത്ത് നിങ്ങൾ വറീഡ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു CV വാല്യൂ അവിടെ നിന്ന് ചൂസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ പിച്ച് ലൈൻ വെലോസിറ്റി എത്രയാണോ കിട്ടിയത് ആ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂ ഈ ഇക്വേഷൻസിൽ നിന്നും സെലക്ട് ചെയ്യുക. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഫേസ് വിഡ്ത്ത്. എനിക്ക് ഫേസ് വിഡ്ത്ത് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഫേസ് വിഡ്ത്ത് അറിയണം. ഫേസ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ 12.5F പേജ് നമ്പർ 205 ഇക്വേഷൻ ഉണ്ട്. ഫേസ് വിഡ്ത്തിൻ്റെ അവർ നോക്കുകയാണെങ്കിൽ അറിയാം 9.5 മൊഡ്യൂൾസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12.5 മൊഡ്യൂൾസ് എന്ന്. മീറ്റർ എന്നുള്ള മീനിങ് അല്ല, M മീൻസ് മൊഡ്യൂൾ. സോ B വാല്യൂ ഈ റേഞ്ചിനകത്ത് നിൽക്കണം സ്പർ ഗിയറിന്. അപ്പം നമ്മൾ യൂഷ്വലി ഇവിടെ അസ്യൂം ചെയ്യുക. നമുക്ക് പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല. ചില ക്വസ്റ്റ്യനിൽ പറയും അസ്യൂം ഫേസ് വിഡ്ത്ത് ആസ് ദിസ് മച്ച് ടൈംസ് എന്ന് പറയും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ യൂഷ്വലി അസ്യൂം ചെയ്യുക എന്താ, B ഈസ് ഈക്വൽ എന്താണ് 10 ടൈംസ് മൊഡ്യൂൾ. കാര്യം 10 ടൈംസ് മൊഡ്യൂളിൽ എടുക്കാൻ കാര്യം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അതിനാണ് ഞാൻ 10 ടൈംസ് ഇടുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ അകത്ത് വരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചൂസ് ചെയ്യുന്നത്. ദെൻ ഇപ്പോൾ 5th സ്റ്റെപ്പ് വരെയുള്ള കാര്യങ്ങളായി. ഇനി 6ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് 6th സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്
ലൂയിസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് മൊഡ്യൂള് യൂഷ്വലി എപ്പോഴും നമുക്ക് മൊഡ്യൂള് കണ്ടുപിടിക്കുന്നതിനാണ് മാർക്ക് ഉള്ളത്. അപ്പം ഏതായാലും നമുക്ക് മൊഡ്യൂള് ഏത് ഗിയറും ഡിസൈൻ ബേസ് ചെയ്യുന്നത് മൊഡ്യൂൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഗിയർ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഡിസൈൻ ഏത് കേസിനാണെങ്കിലും കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ വരെയുള്ള പാർട്ടിനായിരിക്കും വെയിറ്റേജ് കൂടുതൽ. എന്ന് പറഞ്ഞാൽ 15 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ ഒരു 6 to 8 മാർക്സ് കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ വരെയുള്ള സ്റ്റെപ്പിന് 6 to 8 മാർക്സും കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ വരെയുള്ള പോർഷനാണ്. അപ്പം ഇതിന് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ലൂയിസ് ഇക്വേഷൻ. നിങ്ങൾക്ക് സ്ട്രെങ്ത് ഇക്വേഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. കോൺടാക്ട് സ്ട്രെസ് തിയറി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് മെയിനായിട്ടും ലൂയിസ് ഇക്വേഷനാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇക്വേഷൻ 12.5a പേജ് 204 ഇക്വേഷൻ ഉണ്ട്. എഫ് ടിയുടെ ഇക്വേഷൻ നോക്കുക. അവിടെ നിങ്ങൾ ആ എഫ് ടിക്ക് തന്നെ ഈക്വൽ ടു ഇട്ട് കുറേ ഇക്വേഷൻസ് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ച ഫാക്ടേഴ്സ് എല്ലാം വരത്തില്ല. എഫ് ടി ഈസ് ഈക്വൽ ടു പൈ സിഗ്മ ഡി സി വി ബി വൈ എം എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരിക്കും. അപ്പം നമ്മൾ വൈ സെക്കൻഡ് സ്റ്റെപ്പിൽ വൈ വാല്യൂ കണ്ടുപിടിക്കും. പീനിയനാണ് പീനിയൻ്റെ വൈ ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂള് ഫേസ് വിത്ത് സി വി സിഗ്മ ഡി പൈ എഫ് ടി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഇപ്പം സംടൈംസ് സി വി ബി വൈ ഇതെല്ലാം ഇൻ ടൈംസ് ഓഫ് എമ്മിലായിരിക്കും വരുന്നത്. നമുക്ക് യൂഷ്വലി എപ്പോഴും ഒരു ക്യൂബിക്കൽ ഇക്വേഷൻ വല്ലതും ആയിരിക്കാൻ വരുന്നത്. അതിന് നമ്മൾക്ക് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, എം വാല്യൂ എത്രയാണെന്ന് നമുക്ക് കിട്ടും. മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന മൊഡ്യൂളിനെ നമ്മൾ അടുത്തതിൽ എന്ത് ചെയ്യണം, സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡർഡൈസ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ടേബിൾ 12.2 പേജ് 229 അതിൽ പ്രിഫേർഡ് ചോയ്സ് 1 ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാറ് എപ്പോഴും. പ്രിഫേർഡ് ചോയ്സ് 1. അപ്പോൾ എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, എനിക്ക് ഒരു 6.2 ആണ് വന്നത്, മൊഡ്യൂൾ 6.2 ആണ് വന്നതെന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾ ടേബിളിലേക്ക് നോക്കുക. അപ്പോൾ ടേബിളിൽ നമുക്കവിടെ പ്രിഫേർഡ് 1, പ്രിഫേർഡ് 2, ചോയ്സ് 3, വീണ്ടും പ്രിഫേർഡ് 1. ഇപ്പം ആ കണ്ടിന്യൂഷൻ നോക്കിയാൽ അറിയാം 6, 8 എന്ന് പറയും. അപ്പോൾ എനിക്ക് 6 കഴിഞ്ഞാൽ അടുത്ത സ്റ്റാൻഡേർഡ് അവൈലബിൾ എത്രയാണ്, 8. അപ്പം ഞാൻ എത്ര ആയിട്ട് വേണം എടുക്കാൻ, 8 ആയിട്ട് വേണം മൊഡ്യൂളിനെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മൊഡ്യൂളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ദെൻ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൊഡ്യൂൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള, ഇപ്പോൾ ഇവിടെ തന്നെ മൊഡ്യൂൾ കിട്ടി സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡർഡൈസ് ചെയ്ത വാല്യൂ വെച്ചുകൊണ്ട് ബി വാല്യൂ നിങ്ങൾക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാം, വൈ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം, സി വി വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം, വെലോസിറ്റി അൺനോൺ ആണെങ്കിൽ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കാം, D1 D2 അല്ലെങ്കിൽ Z1 Z2 ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോ പ്രോബ്ലം അനുസരിച്ച് മാറും. അത് നമ്മൾ ഓരോ പ്രോബ്ലം വരുന്നതിനനുസരിച്ച് പറയാം. ദെൻ ഏഴാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എന്താണ്, ഡൈനാമിക് ലോഡിൻ്റെ കാൽക്കുലേഷൻ. എങ്ങനെയാണ് ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. അത് നമ്മൾ ബക്കിംഗ്ഹാംസ് ഇക്വേഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ബക്കിംഗ്ഹാംസ് ഇക്വേഷൻ 12.12 പേജ് 207 നിങ്ങൾ എന്ത് ചെയ്യുക, 12.12 എന്ന് പറയുന്ന ഇക്വേഷൻ എടുക്കുക. അപ്പോൾ അത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഇക്വേഷനായിട്ട് തോന്നുമായിരിക്കും. എഫ് ഡി ഈസ് ഈക്വൽ ടു എഫ് ടി പ്ലസ് K3V ഇൻറ്റു സി ബി പ്ലസ് എഫ് ടി ഡിവൈഡഡ് ബൈ K3V പ്ലസ് റൂട്ട് ഓഫ് സി ബി പ്ലസ് എഫ് ടി എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് K3 വാല്യൂ എപ്പോഴും എത്ര, SI യൂണിറ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും K3 വാല്യൂ 20.67 എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഇതിനകത്ത് ക്യാപിറ്റൽ സി മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്. ക്യാപിറ്റൽ സി വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ ക്യാപിറ്റൽ സി വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത്, നമ്മൾ ആദ്യം ടു ഫൈൻഡ് സി വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. സി വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ആദ്യം ടേബിൾ 12.13 പേജ് 337 പോകും. 337 എന്ന് പറയുന്ന പേജ് എടുക്കുക. 337 എന്ന് പറയുന്ന പേജിൽ 12.13 എന്ന് പറയുന്ന ടേബിൾ എടുത്തു.
അപ്പം ഈ ടേബിളിൽ നിന്നും ക്ലാസ് 1 ഗിയറിൻ്റെ ഇവിടെ നമുക്ക് മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ക്ലാസ് 1 ഗിയറിൻ്റെ അത് കൊമേഴ്ഷ്യൽ ഗിയർ എന്നുള്ള മീനിങ്ങിൽ അതിൽ നിന്നും ഇ വാല്യൂ ഇൻ കാൽക്കുലേറ്റ് ചെയ്യും, എത്രയാണ് കണ്ടുപിടിക്കും. കാൽക്കുലേറ്റ് ചെയ്യല്ല, അതിൽ നിന്ന് ഫെച്ച് ചെയ്ത് എഴുതാം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ വാല്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്, തൊട്ടടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഈ വാല്യൂ യൂസ് ചെയ്തുകൊണ്ട് രണ്ട് ടേബിൾ 12.12 തൊട്ടിപ്പുറത്തെ പേജ് 236 ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ നിന്ന് നമ്മളുടെ മെറ്റീരിയൽ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ മെറ്റീരിയൽ കോമ്പിനേഷൻ ഉണ്ട്. ഈ എറർ വാല്യൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, വാല്യൂസ് ചൂസ് ചെയ്യണം. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു കേസ്, ഇപ്പോൾ ഞാൻ സ്റ്റീൽ കോമ്പിനേഷൻ എടുക്കുകയാണ്. ഞാൻ 20 ഡിഗ്രി സ്റ്റെപ്പാണെന്ന് വിചാരിക്കും. ഇപ്പോൾ എനിക്ക് എറർ 0.06 ആണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഡയറക്റ്റ് വാല്യൂ അവിടെ നിന്ന് എഴുതാൻ പറ്റും. ഡയറക്റ്റ് വാല്യൂ അവിടെ നിന്ന് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാനായിട്ട് പറ്റും. അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇപ്പം ഓരോ ടേബിളും ഫെമിലിയർ ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, സി വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സി വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടും, ഡൈനാമിക് ലോഡ് എത്രയാണ്, അത്രയും ന്യൂട്ടൺസ് എന്നും പറഞ്ഞ് നമുക്ക് ഡൈനാമിക് ലോഡ് കിട്ടും. അത്ര ആയിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഇനി 2 സ്റ്റെപ്പ് കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് എട്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വിയർ സ്ട്രെങ്ത്, നമ്മൾ ഡിസൈൻ ചെയ്ത ഗിയർ എത്രത്തോളം സേഫ് ആണ്, അല്ലെ വിയർ സ്ട്രെങ്ത് എത്രത്തോളം ഉണ്ട് ഇല്ലെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഇക്വേഷൻ 12.15a പേജ് നമ്പർ 208 208 പേജ് എടുക്കുക. 208 പേജിൽ അവിടെ നിങ്ങൾക്ക് FWൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡേറ്റാ ബുക്ക് നോക്കുക. എനിക്ക് ഡേറ്റാ ബുക്ക് പ്ലേസ് ചെയ്യാനുള്ള പരിമിതി കൊണ്ട് നമുക്ക് FW = D1BQK എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ നമുക്ക് K വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണം. Q1 എന്താണ് തൊട്ട് താഴെ വരുന്നത്, Q is the റേഷ്യോ ഫാക്ടർ എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അതവിടെ എഴുതിയിട്ടുണ്ട്. Q is either എന്താണ് 2Z2 / Z2 + Z1 or 2D2 / D1 + D2. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പിനിയനിൽ ചെയ്താലും ഗിയറിൽ ചെയ്താലും ഈ D1 എന്ന് പറയുന്നത് എപ്പോഴും പിനിയൻ്റെ വാല്യൂ തന്നെയായിരിക്കും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, K എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ അവർ താഴെ ഒരു ഇക്വേഷനൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇക്വേഷനൊക്കെ എഴുതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കാം. നമുക്ക് ആകെ 3 മണിക്കൂറേ ഉള്ളൂ ഈ വലിയ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് K വാല്യൂ കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, to find K value we will make use of the table 12.16 page 239 പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ എന്താണ് K വാല്യൂ 14.5 ഡിഗ്രി സിസ്റ്റത്തിൻ്റെയും 20 ഡിഗ്രി സിസ്റ്റത്തിൻ്റെയും വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ മെറ്റീരിയലിൻ്റെ ബ്രിഡ്നൽ ഹാർഡ്നെസ്, അതിനാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ബ്രിഡ്നൽ ഹാർഡ്നെസ് ചൂസ് ചെയ്തത്. അപ്പോൾ ഹാർഡ്നെസ് വാല്യൂസിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് നമ്മളിവിടെ കറസ്പോണ്ടിങ് 14.5 ഡിഗ്രിയാണ്, അതിൻ്റെ അല്ലെ 20 ഡിഗ്രിയാണ്, അതിൻ്റെ കോമ്പിനേഷനിൽ നിന്ന് K വാല്യൂ കണ്ടുപിടിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും, K വാല്യൂ കിട്ടിക്കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് എന്തായി, FW കണ്ടുപിടിക്കാനുള്ള എല്ലാ വാല്യൂ ആയി. FW കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കും, ഇഫ് FW ഈസ് ഗ്രേറ്റർ ദാൻ FDയെക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ we will say the design is safe, or else if FW is less than, നമ്മൾ കണ്ടുപിടിക്കുന്ന FW കുറവാണെങ്കിൽ design is not safe. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, we will either increase മൊഡ്യൂൾ എന്ത് ചെയ്യണം, അപ്പം വീണ്ടും പഴയ സ്റ്റെപ്പിലേക്ക് പോയി മൊഡ്യൂൾ മാറ്റിക്കൊടുത്ത ശേഷം വീണ്ടും പഴയ സ്റ്റെപ്പിൽ നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സ്റ്റെപ്പായിരുന്നു, 6th സ്റ്റെപ്പായിരുന്നു തോന്നുന്നു. 6th സ്റ്റെപ്പ് തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ വീണ്ടും കാൽക്കുലേറ്റ്. ഇവിടെയായിരുന്നു മൊഡ്യൂൾ നമ്മൾ കണ്ടുപിടിച്ച്. അപ്പം മൊഡ്യൂൾ ഇപ്പം ചേഞ്ച് ചെയ്യുമ്പോൾ വീണ്ടും ഈ വാല്യൂ എല്ലാം മാറും. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുക, ഡൈനാമിക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക, വീണ്ടും വിയർ സ്ട്രെങ്ത് കണ്ടുപിടിച്ച് വെക്കുക. അതാണ് ചെയ്യുന്നത്. അപ്പം വിയർ സ്ട്രെങ്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, 9ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ എൻഡ്യൂറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുക.
എൻഡുറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യണം. എൻഡുറൻസ് സ്ട്രെങ്ത് ചെക്ക് ചെയ്യാൻ നമ്മൾ ഇക്വേഷൻ 12.13a പേജ് 207. ഇപ്പോൾ 207 ഡേറ്റാ ബുക്കിലെ 207 എന്ന് പറയുന്ന പേജ് നോക്കുക. അവിടെ എൻഡുറൻസ് സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. 12.13a എഫ് എൻഡുറൻസ് ഈസ് ഈക്വൽ ടു സിഗ്മ എൻഡുറൻസ് BYM. ഇതാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന സാധനം നമ്മൾ നേരത്തെ പറഞ്ഞ ലൂയിസ് ഇക്വേഷൻ പൈ ഇൻറ്റു സ്മാൾ വൈ എന്ന് പറയുന്ന സാധനത്തെയാണ് എന്താ പറയുന്നത്, ലൂയിസ് ഫോം ഫാക്ടർ പൈ വൈ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂ നമുക്ക് അവിടെ ഉണ്ട്. ഇനി സിഗ്മ എൻഡുറൻസ് കിട്ടാൻ ടേബിൾ 12.15 പേജ് 238 നോക്കാം. അപ്പോൾ 238 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് മെറ്റീരിയൽസും നമ്മൾ ആദ്യമേ മെറ്റീരിയൽ, അപ്പോൾ ഏതാണോ മെറ്റീരിയൽ ആ മെറ്റീരിയലിൻ്റെ ബ്രിനർ ഹാർഡ്നെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, ബ്രിനർ ഹാർഡ്നെസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻഡുറൻസ് സ്ട്രെങ്ത് വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എൻഡുറൻസ് സ്ട്രെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് എൻഡുറൻസ് സ്ട്രെങ്തും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇഫ് എൻഡുറൻസ് സ്ട്രെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ FD, ദ ഡിസൈൻ ഈസ് എന്തായിരിക്കും, സേഫ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ സാധാരണഗതിയിൽ പണ്ടൊക്കെ കേരള യൂണിവേഴ്സിറ്റിയൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇത്രയും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ അതർ പാരാമീറ്റേഴ്സ് എല്ലാം കണ്ടുപിടിക്കും. കാര്യം നമ്മളോട് പറയുന്നത് ഗിയർ ഡ്രൈവ് ഡിസൈൻ ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻവല്യൂട്ട് സിസ്റ്റം ആണെങ്കിൽ ടേബിൾ 12.3 പേജ് 229 നോക്കുകയാണെങ്കിൽ എനിക്കവിടെ ഇൻ ടേംസ് ഓഫ് മൊഡ്യൂളിൽ ലാസ്റ്റ് കോളം നോക്കുക. ഇൻ ടേംസ് ഓഫ് മൊഡ്യൂൾ ഓരോ വാല്യൂസ്, അഡൻഡം, ഡിഡൻഡം, ടൂത്ത് തിക്നെസ്, ടൂത്ത് സ്പേസ്, വർക്കിംഗ് ഡെപ്ത്, ഹോൾ ഡെപ്ത്, ശരിക്കും ഇതും കണ്ടുപിടിക്കും. കാര്യം ഗിയർ ഡിസൈൻ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് വെച്ച് സേഫ് ആണോ നോക്കണം, അതിൻ്റെ ഓരോ അൺനോൺ പാരാമീറ്റേഴ്സും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത്രയും വാല്യൂസും കൂടെ കണ്ടുപിടിച്ച് വെക്കുമ്പോൾ ഗിയറിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആവും. അപ്പം ഇതിൽ ഈ പറഞ്ഞ പോലെ ലൂയിസ് ഫോം ഫാക്ടർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടീത്ത് എന്നുള്ള ഇക്വേഷനിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ സ്പർ ഗിയറിനും ബിവൽ ഗിയറിനുള്ളത്. അതുകൊണ്ട് സ്പർ ഗിയറിൻ്റെ പ്രൊസീജിയർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് നിങ്ങൾ ഒന്ന് ആദ്യം ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ഓരോ ടേബിളുകളും ഒന്ന് ഫെമിലിയറൈസ് ചെയ്ത് വെക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ന്യൂമറിക്കൽസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ലെക്ചർ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും സജസ്റ്റ് ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. താഴെ ടെലിഗ്രാം ചാനലും ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.